നമസ്തേ ബച്ചോ. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 7ാം ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങളെയാണല്ലോ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് പത്രവാർത്ത എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഹിന്ദിയിൽ റപ്പട്ട് എന്ന് പറയും. ഒരു വാർത്ത എഴുതുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്ന് നോക്കാം. ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ചായിരിക്കുമല്ലോ വാർത്ത. എന്താണ് ആ വാർത്ത? എപ്പോഴാണ് ആ സംഭവം നടന്നത്? എന്തിനാണ് ആ സംഭവം നടന്നത്? എവിടെയാണ് നടന്നത്? എങ്ങനെയാണ് ആ സംഭവം നടന്നത്? ഇതിന് ഉത്തരം എഴുതിയാൽ വാർത്ത ഏതാണ്ട് പൂർത്തിയാകും. നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ അതിനുള്ള സൂചനകളുണ്ട്. ഒന്ന് നോക്കിയാലോ. ഘടന, ക്യാ, എന്താണ് സംഭവം. കബ്, എപ്പോഴാണ് ആ സംഭവം നടന്നത്. കഹാം, എവിടെയാണ് നടന്നത്. കൈസെ, എങ്ങനെയാണ് ആ സംഭവം നടന്നത്. ക്യോം, എന്തിനാണ് ആ സംഭവം നടന്നത്. ഇതിനെല്ലാമുള്ള ഉത്തരം എഴുതണം. നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ഒരു ചോദ്യം നോക്കൂ. റപ്പട്ട് ലിഖേ. ഗാന്ധിജി അഹമ്മദാബാദ് से पैदल चलकर दांडी पहुंचे. खुद नमक बनाकर अंग्रेजों का कानून तोड़ा. इस घटना पर समाचार पत्र के लिए एक रपट तैयार करें. നോക്കൂ കൂട്ടുകാരെ, ഈ പ്രവർത്തനത്തിന് തൊട്ട് മുമ്പുള്ള ഒരു പ്രവർത്തനത്തിൽ തന്നെ ഇതിനുള്ള ഉത്തരങ്ങൾ ഏതാണ്ട് മുഴുവനും ഉണ്ട്. ഘടന ക്രംസെ ലിഖേ. നിങ്ങൾ അത് എഴുതി കഴിയുമ്പോൾ തന്നെ ഈ റിപ്പോർട്ട് എഴുതാനുള്ള സൂചനകൾ കിട്ടും. ഗാന്ധിജി കാൽനടയായി അഹമ്മദാബാദിൽ നിന്നും ദണ്ഡിയിൽ വന്നു. ഇംഗ്ലീഷുകാരുടെ നിയമം തെറ്റിച്ച് സ്വയം ഉപ്പുണ്ടാക്കി. ഇതിനെയാണ് പത്രവാർത്തയായിട്ട് എഴുതേണ്ടത്. പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ആദ്യം തലക്കെട്ടുണ്ടായിരിക്കണം. വളരെ രസകരമായ രീതിയിൽ തലക്കെട്ടുകൾ എഴുതാവുന്നതാണ്. പിന്നീട് സ്ഥലം. തലക്കെട്ടും സ്ഥലവും കുറച്ച് വലിപ്പമുള്ള അക്ഷരങ്ങളിൽ എഴുതാൻ ശ്രമിക്കണം. പിന്നീട് ആ സംഭവത്തെക്കുറിച്ച് എഴുതണം. ഉദാഹരണമായി ഈ റിപ്പോർട്ട് ഒന്ന് നോക്കൂ. നമക് ബനാക്കർ കാനൂൻ തോട. दांडी. कल दांडी में गांधी जी ने नमक बनाकर अंग्रेज़ों का कानून तोड़ा. वे अहमदाबाद से अपने साथियों के साथ पैदल चल पड़े थे. रास्ते में कई लोग जुटते गए. समुद्र किनारे आकर उन्होंने मुट्ठी भर नमक उठाया. इस प्रकार उन्होंने देश के आज़ाद होने का रास्ता खोल दिया. കൂട്ടുകാരെ, ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇതിനെ മാറ്റി എഴുതാം കേട്ടോ. കൂട്ടുകാരെ, നിങ്ങൾക്ക് പത്രവാർത്ത തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. പരീക്ഷയ്ക്ക് ഈ ചോദ്യം വന്നാൽ നിങ്ങൾ നന്നായി എഴുതണേ. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വരാം. നമസ്കാരം.